വിശ്വാസികളുടെ മുഖത്ത് നോക്കി തുപ്പുന്നതിന് തുല്യമായിട്ടുള്ള ഒരു നടപടി എന്ന് മാത്രമേ അതിനെ ഏറ്റവും ലളിതമായിട്ട് ഏറ്റവും ചെറിയ ലെവലിൽ പറയാൻ കഴിയുകയുള്ളൂ. അത്രത്തോളം ഓഡാസിറ്റിയാണ് ഇവരിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആരാണ് ഇദ്ദേഹത്തിന് കിട്ടിയിരുന്ന മീഡിയ കവറേജ്, അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ, ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം വളരെ കൃത്യമായിട്ട് അറിയാമായിട്ടും സർക്കാരിൻ്റെ ഒരു സ്പെഷ്യൽ പ്ലീഡറായിട്ട് എടുക്കുന്ന സമയത്ത് ദേവസ്വത്തിൻ്റെ ചുമതല തന്നെ അദ്ദേഹത്തിന് ഏൽപ്പിച്ചു കൊടുക്കുക. തിലകൻ്റെ ഒരു കഥാപാത്രം പറയുന്നത് പോലെ ഇതിനേക്കാൾ വലിയ ധൈര്യം, അല്ലെങ്കിൽ ഇത്രയും ധൈര്യം ചാൾസ് ശോഭരാജിന് പോലും ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുന്നതിന് തക്ക അതിന് തുല്യമായ രീതിയിലത്തേക്കുള്ള ധൈര്യമാണ് ഇപ്പോൾ വി ഡി സതീശൻ സർക്കാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീ സുജിത് പണിക്കർ, ഇതേ കമ്പനി തന്നെ പിന്നീട് അന്വേഷണത്തിൽ ഒരുപാട് കാര്യങ്ങൾ സമ്മതിച്ചു. ശബരിമലയിലെ സ്വർണം പൊതിഞ്ഞ പാളികളിൽ നിന്ന് വേർതിരിച്ചെടുത്ത സ്വർണത്തിൻ്റെ ഒരു ഭാഗം പണിക്കൂലിയായി എടുത്ത കമ്പനിയുടെ ഒരു കള്ളക്കഥയാണ് നാം ഇപ്പോൾ അഭിഭാഷകനിലൂടെ കേട്ടത്. ഈ കഥ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതായിരുന്നു. കോടതിക്ക് പുറത്ത് ഈ കമ്പനിക്ക് പുതിയ പ്രതിരോധം തീർക്കാനുള്ള ശ്രമമായിരുന്നു. അങ്ങനെ ചെയ്ത ഒരു അഭിഭാഷകൻ അതൊരു പ്രൊഫഷനായി കാണുന്ന ആൾ ഏത് കക്ഷിയുടെയും വക്കാലത്ത് ഏറ്റെടുക്കാം. വക്കാലത്ത് ഏറ്റെടുത്താൽ അതിനർത്ഥം ആ പ്രതിയുടെ എല്ലാ ചെയ്തികൾക്കും അഭിഭാഷകൻ ഉത്തരവാദിയാണെന്നല്ല. പക്ഷേ ശബരിമല പോലെ ഒരു കേസിൽ ഇതുപോലെ ഒരു കള്ളക്കഥ പ്രചരിപ്പിച്ച ഒരാളെ ആ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ കൂടി ആനുകൂല്യത്തിൽ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് അധികാരത്തിലെത്തിയ UDF സർക്കാർ സ്പെഷ്യൽ ഗവൺമെൻറ് പ്ലീഡറായി നിയോഗിക്കുകയും ദേവസ്വം കേസുകളുടെ ചുമതല തന്നെ നൽകുകയും ചെയ്യുന്നത് ഏത് തരത്തിലാണ് കാണേണ്ടത്? വിശ്വാസികളുടെ മുഖത്ത് നോക്കി തുപ്പുന്നതിന് തുല്യമായിട്ടുള്ള ഒരു നടപടി എന്ന് മാത്രമേ അതിനെ ഏറ്റവും ലളിതമായിട്ട് ഏറ്റവും ചെറിയ ലെവലിൽ പറയാൻ കഴിയുകയുള്ളൂ. ശ്രീവിനു, ഇപ്പോൾ കഴിഞ്ഞ 3 ആഴ്ചകളായിട്ട് പുതിയ സർക്കാർ നടത്തിയിരിക്കുന്ന പല നിയമനങ്ങളും വലിയ വിസ്മയമാണ്. നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് ഓഫീസറിൻ്റെ നിയമനം, അളിയന നിയമനം. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഈ പ്രതിഭാഗം വക്കീലിന് ദേവസ്വം ബോർഡിൽ തന്നെ നിയമനം എന്ന രീതിയിലത്തേക്കുള്ള ഒരു സംവിധാനം വന്നിരിക്കുന്നത്. സത്യത്തിൽ ശബരിമലയിലെ മേൽശാന്തി നിയമനം നറുക്കെടുപ്പ് വഴി അല്ലായിരുന്നെങ്കിൽ ഇതിനോടകം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇവർ മേൽശാന്തി നിയമനം വരെ കൊടുത്തേനെ എന്നാണ് എനിക്കിപ്പോൾ തോന്നിപ്പോകുന്നത്. കാരണം അത്രത്തോളം ഓഡാസിറ്റിയാണ് ഇവരിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആരാണ് ഇദ്ദേഹത്തിന് കിട്ടിയിരുന്ന മീഡിയ കവറേജ്, അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ, ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം വളരെ കൃത്യമായിട്ട് അറിയാമായിട്ടും സർക്കാരിൻ്റെ ഒരു സ്പെഷ്യൽ പ്ലീഡറായിട്ട് എടുക്കുന്ന സമയത്ത് ദേവസ്വത്തിൻ്റെ ചുമതല തന്നെ അദ്ദേഹത്തിന് ഏൽപ്പിച്ചു കൊടുക്കുക. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കാം, പണ്ട് ഒരു സിനിമയിൽ നടൻ തിലകൻ്റെ ഒരു കഥാപാത്രം പറയുന്നത് പോലെ ഇതിനേക്കാൾ വലിയ ധൈര്യം, അല്ലെങ്കിൽ ഇത്രയും ധൈര്യം ചാൾസ് ശോഭരാജിന് പോലും ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുന്നതിന് തക്ക അതിന് തുല്യമായ രീതിയിലത്തേക്കുള്ള ധൈര്യമാണ് ഇപ്പോൾ വി ഡി സതീശൻ സർക്കാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മന്ത്രി വളരെ കൃത്യമായിട്ട് അതിൻ്റെ ഉത്തരവാദിത്വം ഒഴിഞ്ഞു. കൂട്ടുത്തരവാദിത്വം എന്ന രീതിയിൽ മാത്രമേ തനിക്കുള്ളൂ. അത് വി ഡി സതീശൻ്റെ തീരുമാനമാണ്, മുഖ്യമന്ത്രിയുടെ തീരുമാനമാണ് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. സത്യത്തിൽ ഇവിടെ സംശയിക്കപ്പെടുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ, കോൺഗ്രസിൻ്റെ മൊത്തത്തിലുള്ള ഉദ്ദേശശുദ്ധിയാണ്. കാരണം ഭക്തരുടെ സ്വത്തായിട്ടുള്ള ക്ഷേത്ര സ്വർണം സംരക്ഷിക്കേണ്ടുന്ന സർക്കാർ അതേ സ്വർണം തട്ടിയെടുത്ത പ്രതിയുടെ വക്കീലിനെ ദേവസ്വം ബോർഡിൻ്റെ തന്നെ വക്കീലായിട്ട് നിയമിക്കുമ്പോൾ 2 മാസം മുമ്പ് ജനങ്ങൾ അവരിൽ അർപ്പിച്ച വിശ്വാസമാണ് കളഞ്ഞു കുളിച്ചത്. ഇൻട്രോയിൽ വിനു അത് പറഞ്ഞു. അതായത് ഈ ഒരു വിഷയത്തിൻ്റെ കൂടി ബലത്തിലാണ് അവർ അധികാരത്തിൽ വന്നത്. അതുകൊണ്ട് ആ ഒരു വിഷയം തന്നെയാണ് കഴിഞ്ഞ LDF സർക്കാരിനോടുള്ള വിശ്വാസ്യത ആൾക്കാർക്ക് മൊത്തത്തിൽ കുറയ്ക്കുന്നതിന് കാരണമായത്. അപ്പോൾ LDF ഭരണത്തിൽ ഇരിക്കുന്ന സമയത്ത് ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ നീതിപൂർവമായിട്ടുള്ള അന്വേഷണം നടക്കുമോ, അതിന് കൃത്യമായ രീതിയിലത്തേക്കുള്ള ഒരു ഫെയർ ട്രയൽ ഉണ്ടാകുമോ, ഈ രീതിയിലത്തേക്കുള്ള ആശങ്ക വിശ്വാസികൾക്കുണ്ടായിരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. സർക്കാർ മാറുന്ന സമയത്ത് വിശ്വാസികളായിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ വലിയൊരു തൃപ്തി ഉണ്ടായിരുന്നു, വലിയൊരു ആശ്വാസമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഈ നിയമനത്തോടെ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ ഈ ആശങ്ക വർദ്ധിക്കുകയാണ് എന്നുള്ളതാണ് വസ്തുത. അതോടൊപ്പം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കോൺഗ്രസിനും പങ്കുണ്ട് എന്ന CPM-ന്റെ ആരോപണത്തിനെ ഇനി കൂടുതൽ ഗൗരവത്തോടു കൂടി കാണാനായിട്ട് പൊതുജനങ്ങളെ ഇത് പ്രേരിപ്പിക്കുകയും ചെയ്യും. ഇവിടെ 2 കാര്യങ്ങൾ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഒന്നാമത്, ദേവസ്വത്തിൻ്റെ ചുമതലയുള്ള ഒരു സ്പെഷ്യൽ ഗവൺമെൻറ് പ്ലീഡർ എന്ന നിലയ്ക്ക് ഒരാൾ നേരത്തെ ഉണ്ടായിരുന്നില്ല. ആ രീതിയിലത്തേക്ക് ഒരു പദവി പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്പെഷ്യൽ ഗവൺമെൻറ് പ്ലീഡർക്ക് ദേവസ്വത്തിൻ്റെ ചുമതല നൽകുന്നു. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു നിയമനം നടത്തിയത്, എന്തിനാണ് ഇദ്ദേഹത്തിനെ തിരഞ്ഞെടുത്തത് എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യം. 2, ആ പദവിയിലേക്ക് നിയമിക്കപ്പെടുന്ന വ്യക്തി അതേ വകുപ്പുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതിയുടെ വക്കീലായിരുന്നു എന്നുള്ളൊരു പ്രശ്നം കൂടിയുണ്ട്. അതും ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘം ഈ കേസ് അന്വേഷിക്കുന്ന സമയത്താണ് ഈ തരത്തിലുള്ള ഒരു നിയമനം നടക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് വകുപ്പ് മന്ത്രി ശ്രീ K മുരളീധരൻ അങ്ങനെ അങ്ങ് കൈയൊഴിയാനായിട്ട് കഴിയുമോ? പ്രതിയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ സർക്കാരിൻ്റെ പക്ഷത്തേക്ക് വരുന്നത് കേസിന് ഗുണകരമാകും എന്ന് അദ്ദേഹം പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്നൊരു പദം ശ്രീ മുരളീധരൻ കേട്ടിട്ടില്ലേ? അതിനെ തടയുന്ന നിയമങ്ങൾ ഇവിടെ ഉണ്ട് എന്നും ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ തന്നെ ചട്ടങ്ങളുള്ളതായിട്ടും അദ്ദേഹത്തിന് അറിയില്ലേ? അപ്പോൾ അത് അദ്ദേഹത്തിന് താല്പര്യത്തോടു കൂടിയിട്ടാണോ
ഇനി അത് അദ്ദേഹം ആ തീരുമാനം എടുത്തിരിക്കുന്ന ആൾക്കാരെ ഒന്ന് ചൊറിയുന്നതിന് വേണ്ടിയിട്ടാണോ പറഞ്ഞത് എന്നറിയില്ല. പക്ഷേ എന്ത് കാരണത്താലായാലും അങ്ങനെ ഒരു രീതി കൊണ്ടുവന്നതിന് ശേഷം അവിടെ നിന്നയാളല്ലേ, അപ്പോൾ അവിടുത്തെ കാര്യങ്ങളെല്ലാം അറിയാമല്ലോ, അതുകൊണ്ട് അയാളെ നമ്മുടെ ഭാഗത്തേക്ക് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഗുണമാണ് എന്ന തരത്തിലുള്ള ഒരു നറേറ്റീവ് ഒരു സർക്കാർ പറയാൻ പാടില്ല എന്നുള്ളത് ഒരു വസ്തുത. ഇനി ക്ഷേത്രസ്വത്ത് കവർന്നു എന്ന ആരോപണം നേരിടുന്ന പക്ഷത്ത് നിന്ന് ക്ഷേത്രസ്വത്ത് സംരക്ഷിക്കേണ്ടുന്ന പക്ഷത്തേക്കുള്ള ഒരാളിൻ്റെ ചുവടുമാറ്റത്തിനെ കുറിച്ച് നമുക്ക് ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുമോ? അതിൽ നമ്മളായിട്ടൊരു നൈതികത പുലർത്തേണ്ടതല്ലേ, നമ്മളായിട്ട് അതിനകത്തിൽ കുറച്ച് മാന്യത കാണിക്കേണ്ടതല്ലേ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇത് രാഷ്ട്രീയത്തിൽ ഒരാൾ ഇന്നലെ വരെ അപ്പുറത്ത് ഇന്ന് ഇപ്പുറത്ത് എന്ന രീതിയിലത്തേക്ക് കാണേണ്ടുന്ന കാര്യമല്ല. ഇവിടെ വോട്ട് നൽകിയിരിക്കുന്ന ഇവിടെയുള്ള വലിയൊരു വിശ്വാസി സമൂഹത്തിന്റെ വിശ്വാസത്തിനെ കൂടി ഈ സർക്കാർ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള ഒരു മുതലെടുപ്പിന് ഇന്നലെ വരെ അപ്പുറത്തെ ചേരിയിൽ നിന്നിരുന്ന ആൾ ഇന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗുണമാണ് എന്ന് കരുതുന്ന പോലെ അല്ല ഈ വിഷയത്തിനെ നമ്മൾ കാണേണ്ടത്. ഇദ്ദേഹത്തിന്റെ ലോയൽറ്റിയെക്കുറിച്ച് നമുക്ക് വ്യക്തിപരമായിട്ട് ആരെയും അങ്ങനെ ചോദ്യം ചെയ്യേണ്ടതില്ല. പക്ഷേ ശ്രീ മുരളീധരൻ പറയുന്നത് ഇദ്ദേഹത്തിന്റെ ഇത്രയും നാളത്തെ ലോയൽറ്റി അവിടെ ആയിരുന്നെങ്കിൽ നാളെ മുതൽ ലോയൽറ്റി നമ്മളോടൊപ്പമാകുമെന്നാണ്. അങ്ങനെ ആകുമെന്ന് എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള ഉറപ്പുണ്ടോ? നാളെ ഈ കേസ് കുറ്റപത്രത്തിലേക്ക് കടക്കും, വിചാരണയിലേക്ക് കടക്കും. ആ ഘട്ടത്തിൽ ഇദ്ദേഹത്തിന് ഇനി ഈ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ കേസ് നേരിട്ട് കൈകാര്യം ചെയ്യുന്നതിൽ നിന്ന് മാറ്റുന്നു എന്ന് കരുതിക്കോളും. അങ്ങനെയാണെങ്കിലും സർക്കാരുമായിട്ടുള്ള ബന്ധം, ദേവസ്വം വകുപ്പുമായിട്ടുള്ള ബന്ധം, അതിൽ വഴി അദ്ദേഹത്തിന് ഉണ്ടാകുന്ന തൊഴിൽപരമായിട്ടുള്ള ബന്ധം. കേസ് യഥാർത്ഥത്തിൽ ഈ വിചാരണ നടക്കുന്നത് ഹൈക്കോടതിയിലല്ലോ, കൊല്ലത്തെ എക്സാക്ട്ലി കോടതിയിലാണല്ലോ. അപ്പൊ അവിടെ വേറെ പ്രോസിക്യൂട്ടർ ആണെന്ന് വേണമെങ്കിൽ പറയാം. അല്ല പറയാം, പക്ഷെ അദ്ദേഹത്തിന് സർക്കാരുമായിട്ടുള്ള ബന്ധം, ഈ വകുപ്പുമായിട്ടുള്ള ബന്ധം, ആ വകുപ്പിന്റെ സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർ എന്ന രീതിയിലത്തേക്കുള്ള തൊഴിൽപരമായിട്ടുള്ള ബന്ധം, അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറയാൻ കഴിയില്ല. ഇനി അങ്ങനെയുള്ള ബന്ധം കാരണം, ആ ലോയൽറ്റി കാരണം സ്മാർട്ട് ക്രിയേഷൻസിന് ഇത് അനുകൂലമാകും ഈ പ്രൊസീജിയർ എന്ന രീതിയിലത്തേക്കുള്ള ഒരു ആരോപണം ഉണ്ടായിക്കഴിഞ്ഞാലോ? ഇപ്പം ഞാൻ ഒരു കാര്യം പറയാം, അദ്ദേഹം അവിടെയാണല്ലോ നിൽക്കുന്നത്, ഹൈക്കോടതിയിലെ പ്ലീഡറാണല്ലോ, അദ്ദേഹം ഈ ട്രയൽ കോർട്ടിൽ കാര്യങ്ങളല്ലല്ലോ നോക്കുന്നത് എന്നൊരു ന്യായം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വന്നാൽ പോലും ഈ നിയമനം എന്നുള്ളത് ശരിയായിരുന്നില്ല എന്നുള്ളൊരു അഡ്മിഷൻ അല്ലേ? അതായത് ഹൈക്കോടതിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന ആരോപണം എന്ന് പറയുന്നത് ശരിയാണ്, പക്ഷെ വേറൊരു കോടതിയിലാണെങ്കിൽ അത് നിലനിൽക്കില്ലല്ലോ എന്ന് പറഞ്ഞാൽ പോലും അതിലൊരു പ്രശ്നം ഇൻഹറൻ്റ് ആയിട്ടുണ്ട് എന്നുള്ളൊരു അഡ്മിഷൻ അല്ലേ? ആ നിയമനം ശരിയല്ല എന്നുള്ള ഒരു കുറ്റസമ്മതമല്ലേ അത്? അതായത് കേസിന്റെ ഇന്റേണൽ ആയിട്ടുള്ള വിവരങ്ങൾ, സർക്കാരിന്റെ നിലപാടുകൾ, വകുപ്പിന്റെ നിലപാടുകൾ, രേഖകൾ, റിപ്പോർട്ടുകൾ, ഇങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങൾ പ്രതിഭാഗത്തിന് ലഭിക്കാനായിട്ട് ഇത് കാരണമാകുമെന്ന് നാളെ പ്രതിപക്ഷം ഒരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ സർക്കാരിനോ ശ്രീ കെ മുരളീധരനോ ശ്രീ വി ഡി സതീശനോ എന്തു പറഞ്ഞു നിൽക്കും? ചുരുക്കി പറഞ്ഞാൽ ഇതുവരെ കോൺഗ്രസ് CPM നോക്കി പാടിയത് പോറ്റിയെ കേറ്റിയെ എന്നാണെങ്കിൽ ഇന്ന് CPM കോൺഗ്രസിനെ നോക്കി പാടുന്നത് പ്ലീഡറെ കേറ്റിയെ എന്നാണ്. ഇത് പോറ്റിയെ ഇറക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇനി ഈ സ്മാർട്ട് ക്രിയേഷൻസിന് വേണ്ടി അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നോക്കും. ഇപ്പോൾ ഏഷ്യാനെറ്റിനോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാദങ്ങളെല്ലാം തന്നെ പിന്നീടുണ്ടായിരുന്ന അന്വേഷണത്തിലൂടെ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വസ്തുതാവിരുദ്ധമാണ് എന്ന് തെളിഞ്ഞതല്ലേ? അപ്പോൾ ഇനി അദ്ദേഹം എന്ത് പറയും? തൻ്റെ ക്ലയൻറ്റ് തന്നെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് പറയുമോ? ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് പ്രൊഫഷണൽ എത്തിക്സ് എന്ന് പറഞ്ഞുള്ള കാര്യമാണ്. ചെന്നൈയിൽ എത്തിച്ചിരിക്കുന്നത് ശുദ്ധമായ ചെമ്പുപാളിയാണ് അദ്ദേഹം പറയുകയാണ്. അതിൽ സ്വർണം പൂശിയിരുന്നില്ല അദ്ദേഹം പറയുകയാണ്. ഇതൊക്കെ ആധികാരികമായിട്ട് ഒരു ക്ലയന്റിനെ റെപ്രസെന്റ് ചെയ്ത് പറയുകയാണ്. ഈ പ്രദീപ് ഭണ്ഡാരി ഒന്നും ആ സമയത്തെങ്ങും പുറത്തു വന്നിട്ടില്ല. എന്നിട്ട് ഇവർ പറഞ്ഞു കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ ആധികാരികമായിട്ട് ആ കമ്പനിയുടെ ഉത്തരവാദിത്വത്തോടു കൂടി ഇദ്ദേഹം പറയുകയാണ്. മുമ്പ് സ്വർണം പൂശിയിരിക്കുന്ന പാളികൾ വീണ്ടും സ്വർണം പൂശാനായിട്ട് നമുക്കൊരു പ്രോട്ടോകോൾ ഇല്ല എന്ന് പറയുകയാണ്. ഒരു കാരണവശാലും അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് നേരത്തെ ശ്രീ വിനു പറഞ്ഞതുപോലെ തന്നെ ഇതിലൊരു എത്തിക്സിൻ്റെതായിട്ടുള്ള ഒരു പ്രശ്നമുണ്ട്. ഇത് കേവലം ഏതെങ്കിലും ഒരു ഡേ ടു ഡേ ട്രാൻസാക്ഷൻ എന്ന രീതിയിലത്തേക്ക് കാണേണ്ടുന്ന ഒരു വിഷയമല്ല. ഇവിടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിശ്വാസികളുമായി ബന്ധപ്പെട്ട് വലിയൊരു സാമൂഹ്യ വിഷയമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ഒരു വിഷയത്തിൽ അദ്ദേഹം ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ അവാസ്തവമാണ്, അൺപോളിഷ്ഡ് ആയിട്ട് പറഞ്ഞാൽ നുണയാണ് എന്ന് പിന്നീട് വന്നിരിക്കുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ആധികാരികമായി തെളിഞ്ഞതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു വക്കീലിന്റെ പ്രൊഫഷണൽ എത്തിക്സ്, സാമൂഹ്യ പ്രതിബദ്ധത, വിശ്വാസ്യത, ട്രാക്ക് റെക്കോർഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു സർക്കാരിന്റെ നിയമനത്തിൽ മാനദണ്ഡമാകേണ്ടതല്ലേ? അതോ സണ്ണി ജോസഫ് അളിയൻ ബെന്നി തോമസിനെ നിയമിക്കുന്ന സമയത്ത് മാത്രം നമ്മൾ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് കേൾക്കേണ്ടുന്ന വാക്കുകളാണോ ഈ പ്രതിബദ്ധത, വിശ്വാസ്യത, ട്രാക്ക് റെക്കോർഡ്, സത്യസന്ധത തുടങ്ങിയ വാക്കുകളൊക്കെ? അത് എല്ലാ പൊസിഷനുകളിലും വേണം, അതല്ലാതെ ഏതെങ്കിലും ഒരു നിയമനത്തിന് മാത്രമല്ല. അപ്പോൾ ഈ നിയമനം റദ്ദാക്കുക എന്നത് മാത്രമല്ല, സർക്കാർ പ്രാഥമികമായിട്ട് ഇവിടെയുള്ള വിശ്വാസി സമൂഹത്തിനോട്, കേരളീയ പൊതുസമൂഹത്തിനോട് പറയേണ്ടത് എന്തിനിത് ചെയ്തു എന്നുള്ളതാണ്. അല്ലാതെ നിയമനം അങ്ങോട്ട് റദ്ദാക്കുന്നത് കൊണ്ട് എല്ലാ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടാൻ കഴിയില്ല. ഇന്നിപ്പോൾ പഴയ നേതാക്കന്മാരെ പി രാജീവ് അടക്കം, പഴയ ദേവസ്വം മന്ത്രിയായ ശ്രീ VN വാസവൻ അടക്കം പറഞ്ഞല്ലോ കോൺഗ്രസിന് ഇതുമായിട്ടുള്ള പങ്കുണ്ട്, അത് കൂടുതൽ വ്യക്തമായിരിക്കുകയാണ്. ഇനിയിപ്പോൾ അത്തരത്തിലുള്ള ആരോപണങ്ങൾ അവർ പറയുന്ന സമയത്ത് നേരത്തെ അതിനെ ചിരിച്ച് തള്ളിയിരുന്ന, അല്ലെങ്കിൽ അവർക്കെതിരെ ആരോപണം ഉണ്ടാകുന്ന സമയത്ത് പ്രതിരോധിക്കാനായിട്ട് തിരിച്ച് സോണിയാഗാന്ധിയെ ഉൾപ്പെടെ പറയുകയാണ് എന്ന് പറഞ്ഞിരുന്ന ആ ഒരു കാര്യം ഇനി വിലപ്പോകുമോ? ഇനി അത് നിലനിൽക്കുമോ എന്നാലോചിച്ച് നോക്കൂ. അതല്ല എങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്രത്തോളം ധാർഷ്ട്യത്തോടുകൂടി ഇങ്ങനെ ഒരു നിയമനം നടത്തിയതിന് ശേഷം അതിനെക്കുറിച്ച് ഒരു വരി വിശദീകരണം നൽകാതെ അവിടെയുള്ള ആൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഗുണമാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രസ്താവന നടത്തുന്നത് വിശ്വാസി സമൂഹത്തിനെ, അത് വെറും വിശ്വാസി സമൂഹമല്ല, നിങ്ങളെ വിശ്വസിച്ച് ഇതിനൊരു മാറ്റം ഉണ്ടാകുമെന്ന് കരുതിക്കൊണ്ട് 2 മാസം മുമ്പ് വോട്ട് ചെയ്തിരുന്ന
ആ ആൾക്കാരുടെ മുഖത്ത് നോക്കി അവരുടെ മുഖത്തേക്ക് തുപ്പുന്നതിന് തുല്യമായിട്ടുള്ള നടപടിയാണ്. അതല്ലാതെ അതിൽ കുറച്ച് ഇതിനെക്കുറിച്ച് പറയാനേ കഴിയില്ല. വിശ്വാസികളുടെ ഒരു നിമിഷം ചോദ്യത്തിന് ശ്രീ ബോധ്യപ്പെടുന്ന മറുപടി ജോമോൻ കിട്ടുന്നത് വരെ പുത്തമ്പുരയ്ക്കൽ, ഈ ചോദ്യങ്ങൾ ഈ അവസാനിക്കില്ല.